Hello everyone. അപ്പോൾ അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം റീസെൻ്റ്ലി നമുക്കൊരു എക്സാം വന്നിട്ടുണ്ട്. സോയിൽ കൺസർവേഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ 540/2025. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 month ടൈം ഗ്യാപ്പ് നമുക്ക് ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. സോ സിലബസ് നമുക്ക് അറിയാം. അഗ്രി ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ഒരു ഓൾമോസ്റ്റ് നിയറസ്റ്റ് ഒരു 10 സബ്ജക്റ്റ് നമുക്ക് എപ്പോഴും റിഫ്രഷ് ചെയ്ത് പോവേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസിനെ ഓരോ കോർ പോർഷൻസ് ആയി മാറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിക്കൊണ്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് സിലബസിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഏതൊക്കെ പോർഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് മനസ്സിലാക്കാം. സോ ഇന്ന് ഏണസ്റ്റ് അക്കാഡമി ബിഗ് ലേണിംഗ് എന്ന പ്ലാറ്റ്ഫോമിൽ കൂടി എൻഡമോളജി എന്ന സബ്ജക്റ്റിലെ ഒരു കോർ പോർഷൻ ആയിട്ടുള്ള പെസ്റ്റ് ഓഫ് ക്രോപ്സ് എന്ന പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിസ്കഷൻ സെഷനാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് അറ്റാക്ക് സ്റ്റോറേജ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. അപ്പോൾ നമുക്കറിയാം അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിലെ പെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സിലബസ് നോക്കുമ്പോൾ തന്നെ അറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഏതാണ് ക്രോപ്പ് എക്കണോമിക് ക്രോപ്പുകളുടെ പെസ്റ്റ്, സ്റ്റോറേജ് പെസ്റ്റ്, ദെൻ നെമറ്റോഡ്സ്, നോൺ ഇൻസെക്ട് പെസ്റ്റിൽ നെമറ്റോഡ്സ്, മൈറ്റ്സ്, റോഡൻസ് അങ്ങനെ ഗ്രൂപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് സ്റ്റോറേജ് പെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അഗ്രി അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്റ്റോറേജ് പെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഏതാണ് സ്റ്റോറേജ് കണ്ടീഷനിൽ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റുകൾ? ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സ്പോഡോപ്റ്ററ മൗറീഷ്യ, റൈസോപെർത്ത ഡൊമിനിക്ക, ട്രൈബോളിയം കാസ്റ്റേനിയം, ദെൻ ഹൈമീനിയ റിക്കർവാലിസ്. ഫസ്റ്റ് സ്പോഡോപ്റ്ററ മൗറീഷ്യ. സ്പോഡോപ്റ്ററ മൗറീഷ്യ എന്ന് പറയുന്നത് റൈസിന്റെ ഫീൽഡിലെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണ് സ്വാമിംഗ് കാറ്റർപില്ലർ എന്നറിയപ്പെടുന്നതാണ് സ്പോഡോപ്റ്ററ മൗറീഷ്യ. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ സ്റ്റോറേജ് കണ്ടീഷൻ. നെക്സ്റ്റ് റൈസോപെർത്ത ഡൊമിനിക്ക. റൈസോപെർത്ത ഡൊമിനിക്ക എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറേജ് പെസ്റ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി പെസ്റ്റ് ആണ്. പ്രൈമറി പെസ്റ്റ് കൂടിയാണ് ഏത് റൈസോപെർത്ത ഡൊമിനിക്ക എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ട്രൈബോളിയം കാസ്റ്റേനിയം, റെഡ് ഫ്ലോർ ബീറ്റിൽ എന്ന് പറയും അല്ലേ. നമ്മൾ റെഡ് ഫ്ലോർ ബീറ്റിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സെക്കൻഡറി പെസ്റ്റ്. നമ്മുടെ സ്റ്റോറേജ് കണ്ടീഷനിൽ ഒരു വൈഡ് റേഞ്ച് അല്ലെങ്കിൽ മാസീവായിട്ട് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന സെക്കൻഡറി പെസ്റ്റ് കൂടിയാണ് ട്രൈബോളിയം കാസ്റ്റേനിയം. നെക്സ്റ്റ് ഹൈമീനിയ റിക്കർവാലിസ്. ഹൈമീനിയ റിക്കർവാലിസ് എന്ന് പറയുന്നത് നമ്മുടെ അമരാന്തസിന്റെ ലീഫ് വെബറിന്റെ പേരാണ്. ഓക്കെ, ലീഫ് വെബർ. സോ ഇറ്റ് ഈസ് ഓൾസോ നോട്ട് കവേർഡ് അണ്ടർ സ്റ്റോറേജ് പെസ്റ്റ്. അപ്പൊ ഏതൊക്കെയായിരുന്നു? നമ്മുടെ റൈസോപെർത്ത ഡൊമിനിക്കയും അതുപോലെ തന്നെ ട്രൈബോളിയം കാസ്റ്റേനിയം. അങ്ങനെ 2 പേരാണ് നമ്മുടെ സ്റ്റോറേജ് പെസ്റ്റിൽ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. അപ്പം ഇവിടെ നോക്കിക്കേ, കോമൺ നെയിം തന്നിട്ടുണ്ട്, സയന്റിഫിക് നെയിം തന്നിട്ടുണ്ട്. കറക്റ്റ്ലി മാച്ച് ചെയ്തേക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൈസ് സ്റ്റെം ബോറർ. റൈസ് സ്റ്റെം ബോററിന്റെ സയന്റിഫിക് നെയിം ആണ് സിർപ്പോഫാഗ ഇൻസെർട്ടുല അല്ലേ. സിർപ്പോഫാഗ ഇൻസെർട്ടുല. നെക്സ്റ്റ് റെഡ് പാം വീവിൾ ഓഫ് കോക്കനട്ട്. റെഡ് പാം വീവിൾ ഓഫ് കോക്കനട്ടിന്റെ പേരാണ് എന്ത്? റിംഗോഫോറസ് ഫെറൂജീനിയസ്. റിംഗോഫോറസ് ഫെറൂജീനിയസ്. ദെൻ സ്യൂഡോസ്റ്റം വീവിൾ. സ്യൂഡോസ്റ്റം വീവിളിൻ പേരാണ് ഒഡോയിപോറസ് ലോഞ്ചിക്കോളിസ്. പൊള്ളുബീറ്റിൽ, പെപ്പറിന്റെ പൊള്ളുബീറ്റിൽ ലോഞ്ചിടാസസ് നൈഗ്രിപെന്നീസ് അല്ലെങ്കിൽ ലങ്ക രാമകൃഷ്ണൻ അല്ലേ. 2 പേരും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇവിടുത്തെ ഓപ്ഷൻ നോക്കിക്കേ. 1 എന്ന് പറയുന്നത് സി, 1C. ഓക്കെ, 1C വരുന്ന ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് പോവാം. വലിയ കൺഫ്യൂഷനിങ് ആയിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ 1C, ദെൻ 2D, 3A ആൻഡ് 4B. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റാഡോഫോളസ് സിമിലിസ് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ്. റാഡോഫോളസ് സിമിലിസ് എന്ന് പറയുന്നത് ഏത് പെസ്റ്റിന്റെ സയന്റിഫിക് നെയിം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കോക്കനട്ട് മൈറ്റ്, ബറോയിങ് നെമറ്റോഡ്, ലേഡി ബേർഡ് ബീറ്റിൽ ആൻഡ് റൂട്ട് നോട്ട് നെമറ്റോഡ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഇറ്റ് ഈസ്
ബറോയിങ് നെമറ്റോഡ്. ബറോയിങ് നെമറ്റോഡാണ് റാഡോഫോളസ് സിമിലിസ് എന്ന് പറയുന്നത്. കോക്കനട്ട് മൈറ്റിന്റെ പേരാണ് എന്താണ്, എറിയോഫിഡ് മൈറ്റ് അല്ലെ, അസേറിയ ഗുറേറോണിസ്. അസേറിയ ഗുറേറോണിസ് എന്നാണ് ഏതിന്റെ, നമ്മുടെ കോക്കനട്ട് മൈറ്റിന്റെ പേര്. ലേഡി ബേർഡ് ബീറ്റിൽസ് എന്തായാലും അല്ല. ദെൻ റൂട്ട് നോട്ട് നെമറ്റോഡ്. റൂട്ട് നോട്ട് നെമറ്റോഡ് വരുന്നത് മെലഡോഗെയിൻ ആണ് അല്ലെ, മെലഡോഗെയിൻ ഇൻകോഗ്നിറ്റ എന്നാണ് അതിന്റെ കുറെ സ്പീഷീസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റാഡോഫോളസ് സിമിലിസ്. റാഡോഫോളസ് എന്ന് പറയുന്നത് ബറോയിങ് നെമറ്റോഡാണ്. Next question. An insect is considered to be a major pest of crop if it causes a yield loss. ഒരു ക്രോപ്പിന്റെ മേജർ പെസ്റ്റിന് നമ്മൾ ഒരു പെസ്റ്റിനെ കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ yield ലോസ് എത്ര വരെ വരണം എന്നാണ്. ആൻസർ എന്ന് പറയുന്നത് 15%. 15% എത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു ക്രോപ്പിൽ ആ പെസ്റ്റിനെ മേജർ പെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ കാറ്റഗറി ചെയ്യാറ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നോക്കിയാലോ, ഫിറമോൺ ട്രാപ്പ്. ഫിറമോൺ ട്രാപ്പ് യൂസ്ഡ് ഫോർ ദ കൺട്രോൾ ഓഫ് ഫ്രൂട്ട് ഫ്ലൈസ് ഇൻ കുക്കുർബിറ്റ്സ്. കുക്കുർബിറ്റ്സിലെ ഫ്രൂട്ട് ഫ്ലൈസിനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫിറമോൺ ട്രാപ്പിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. റൈനോ ലിവർ. റൈനോ ലിവർ അല്ലല്ലോ. റൈനോ ലിവർ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, കോക്കനട്ടിലെ റൈനോസറസ് ബീറ്റിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. റൈനോസറസ് ബീറ്റിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈനോ ലിവർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കുള്ളത് ഏതാണ്, ക്യൂ ലിവർ. ക്യൂ ലിവർ ആണ് ആക്ച്വലി കുക്കുർബിറ്റ്സിലെ ഫ്രൂട്ട് ഫ്ലൈസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫെറോ ലിവർ. ഫെറോ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് പാം വീബിൾ. ഓക്കെ, റെഡ് പാം വീബിൾ, കോക്കനട്ടിന്റെ തന്നെ റെഡ് പാം വീബിളിനെ കൺട്രോൾ ചെയ്യാൻ, റിംഗോ ഫോറസ്റ്റ് ഫെറൂജീനിയസ് എന്നാണ് സയന്റിഫിക് നെയിം. അതുകൊണ്ടാണ് അതിന്റെ പേര് ഫെറോ ലിവർ എന്ന് പേര് വന്നത്. ഓക്കെ, നെക്സ്റ്റ് യൂജിനോൾ ട്രാപ്പ് അല്ലെങ്കിൽ മീഥൈൽ യൂജിനോൾ ട്രാപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. മീഥൈൽ യൂജിനോൾ ട്രാപ്പ്. ഓക്കെ, MET, മീഥൈൽ യൂജിനോൾ ട്രാപ്പ് എന്ന് പറയുന്നത് ഏതിന്റെയാണ്, മാംഗോയിലെ ഫ്രൂട്ട് ഫ്ലൈസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാംഗോ ഫ്രൂട്ട് ഫ്ലൈസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീഥൈൽ യൂജിനോൾ ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗന്ധി ബഗ് ഡാമേജസ് റൈസ് പ്ലാന്റ്സ് ബൈ. ഓക്കെ, ഗന്ധി ബഗ് എന്ന് പറയുന്നത് റൈസിനെ ഡാമേജ് ചെയ്യാറുണ്ട്. അത് എങ്ങനെയാണ്? അപ്പൊ ഗന്ധി ബഗ് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ റൈസ് ബഗ് എന്ന് പറയുന്ന ആളെ തന്നെയാണ് ഗന്ധി ബഗ് എന്നറിയപ്പെടുന്നത്. എന്തായിരുന്നു അതിന്റെ സയന്റിഫിക് നെയിം, ലെപ്റ്റോകോറിസ അക്യൂട്ട. ലെപ്റ്റോകോറിസ അക്യൂട്ട എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം അല്ലെ, ഗന്ധി ബഗ്. അപ്പൊ ഗന്ധി ബഗ് എങ്ങനെയാണ് നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത്? ഓക്കെ, എസ്പെഷ്യലി നമുക്കറിയാം ഗന്ധി ബഗ് റൈസിൽ ഡാമേജ് ഉണ്ടാക്കുന്നത് കറക്റ്റ് ഏതാണ്, നമ്മുടെ റൈസ് സെറ്റ് ആവുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഗ്രെയിൻസ് വരുന്ന സമയത്താണ് ഗന്ധി ബഗ് ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പം സക്കിംഗ് ജ്യൂസ് ഫ്രം സ്റ്റെം. ഓക്കെ, സ്റ്റെമ്മിൽ നിന്ന് ജ്യൂസ് സക്ക് ചെയ്യുന്നത് കൊണ്ടാണോ? അല്ല. നമുക്കറിയാം റൈസിൽ ഗ്രെയിൻസ് സെറ്റിംഗ് നടക്കുമ്പോൾ മാത്രം വരുന്നൊരു പെസ്റ്റാണ് ഗന്ധി ബഗ് എന്ന് പറയുന്നത്. അപ്പൊ സക്കിംഗ് ജ്യൂസ് ഫ്രം ദ ഡെവലപ്പിംഗ് ഗ്രെയിൻസ്, കണ്ടോ, ഗ്രെയിൻസ്, ഡെവലപ്പിംഗ് ഗ്രെയിൻസിൽ. യെസ്, സോ ദ ആൻസർ ഈസ് ബി. Then sucking juice from leaves ആണോ? അല്ല. sucking juice from the roots അല്ല. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, sucking juice from the developing grains. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, യെല്ലോ വെയിൻ മൊസൈക്ക് ഇൻ ബിന്ദി ഈസ് സ്പ്രെഡ് ബൈ. അപ്പോൾ ബിന്ദിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ് ഏത്, യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്നത്. ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ജനറലി പ്ലാന്റ്സിൽ അല്ലെങ്കിൽ വെജിറ്റബിൾസിലായാലും ഓർ നമ്മുടെ ക്രോപ്സുകളിൽ വൈറസ് ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സക്കിംഗ് പെസ്റ്റുകളാണ്. അപ്പോൾ അത് ബിന്ദിയിൽ ഈ വൈറസിനെ യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസിനെ YVM-നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. അമ്രാസ്ക, ബിക്റ്റുല. ഏതായിരുന്നു, നമ്മുടെ ഹോപ്പർ അല്ലേ, ഹോപ്പർ. ദെൻ ബെമിസിയ ടബാക്കിന് എന്താ പറയുന്നത്, ഇറ്റ്സ് എ വൈറ്റ് ഫ്ലൈ. നീലപർവ്വത ലൂജൻസ്, ദാറ്റ് ഈസ് BPH എന്തായാലും ബിന്ദിയായിട്ട് റിലേഷൻ ഇല്ല. ദെൻ സ്റ്റെഫാനിറ്റിസ് ടിപ്പിക്കസ്, ലേസ് വിങ് ബഗ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബെമിസിയ ടബാക്കി, വൈറ്റ് ഫ്ലൈസ് ആണ് എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസിനെ ബിന്ദിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗോൾ ഇൻ റൈസ്. ഇപ്പൊ റൈസിൽ ഒരു ഗോൾ ഉണ്ട്, ഇസ് കോസ്ഡ് ബൈ റൈസിന്റെ റൈസ് ഗോൾ മീറ്റ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ്.
അപ്പൊ എന്താണ് റൈസ് ഗോൾമിറ്റ്, റൈസിൽ ഗോൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ആ റൈസിന്റെ ഏത് പാർട്ടിന്റെ മോഡിഫിക്കേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ലീഫ്, ലീഫ് ഷീത്ത്, സ്റ്റെമ്മ്, പിറ്റിയോൾ. ഇത് നമ്മൾ ടിപ്പിക്കലി എപ്പോഴും പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റൈസ് ഗോൾമിറ്റ് എന്ന് പറയുന്നത് റൈസിലെ ലീഫ് ഷീത്ത്, ഇവരൊരു സെസിഡോമിൻ, എന്താണ് സെസിഡോമിൻ എന്ന് പറയുന്ന എന്താണ് ഒരു ടോക്സിൻ ഇഞ്ചെക്ട് ചെയ്യുന്നത് വഴിയിട്ട് ലീഫ് ഷീത്ത് ആണ് ആക്ച്വലി എന്താണ് ട്യൂബുലാർ സ്ട്രക്ചർ ആയിട്ട്, ഒരു വൈറ്റ് ട്യൂബുലാർ സ്ട്രക്ചർ ആയിട്ട് മാറിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒണിയൻ ഷൂട്ട് എന്ന് പറയാറുണ്ട്. ടിപ്പിക്കൽ സിംറ്റം ആയിട്ട് പറയാറുണ്ട് ഒണിയൻ ഷൂട്ട്. ഇപ്പൊ റൈസ് ഗോൾമിറ്റ് ലീഫ് ഷീത്തിനെയാണ് ആ ഒണിയൻ ഷൂട്ട് അല്ലെങ്കിൽ ഗാൾ ആയിട്ട് മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഗമ്മി എക്സുഡേഷൻ ഫ്രം ബനാന സ്യൂഡോസ്റ്റെം ഈസ് ഡ്യൂ ടു കോസ്മോപൊളിറ്റസ് സോളിഡസ്. ബനാനയിലെ സ്യൂഡോസ്റ്റെമിൽ ഗമ്മി എക്സുഡേഷൻ വരുന്നത് കോസ്മോപൊളിറ്റസ് സോളിഡസ് കൊണ്ടാണ്. അപ്പൊ എന്താണ് കോസ്മോപൊളിറ്റസ് സോളിഡസ്? കോസ്മോപൊളിറ്റസ് സോളിഡസിന്റെ പേരെന്തായിരുന്നു? ദാറ്റ് ഈസ് റൈസോമീബിൾ. അപ്പൊ ഇനി ആ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ, കറക്റ്റ് ആണോ? റൈസോമീബിൾ ആണോ സ്യൂഡോസ്റ്റെമിൽ ഗമ്മി എക്സുഡേഷൻ ഉണ്ടാക്കുന്നത്? അല്ല, അതാരായിരുന്നു? സ്യൂഡോസ്റ്റെം ഈവിൾ ആണ് ഗമ്മി എക്സുഡേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ സ്യൂഡോസ്റ്റെം ഈവിളിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ദാറ്റ് ഈസ് ഒഡോയിപോറസ് ലോഞ്ചിക്കോളിസ് അല്ലേ? ഒഡോയിപോറസ് ലോഞ്ചിക്കോളിസ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ്, വാർട്ടി അപ്പിയറൻസ് ഓൺ ഗോവ ഫ്രൂട്ട് ഈസ് ഡ്യൂ ടു ടി മൊസ്കിറ്റോ ബഗ്. ഗോവയിൽ നമുക്കറിയാം, ഗോവേന്റെ ഫ്രൂട്ട് എടുക്കുമ്പോൾ നമുക്ക് പല സ്ഥലത്ത് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് സങ്കനായിട്ട് കാണാറുണ്ട്. ഇങ്ങനെ കുഴിഞ്ഞ് ആ ഭാഗം ഒന്ന് ഹാർഡ് ആയിട്ടിരിക്കും. അതിനെ നമ്മൾ വാർട്ട് എന്നാണ് പറയാറ്, വാർട്ട്. ഓക്കെ, അങ്ങനെ വാർട്ടി അപ്പിയറൻസ് ഉണ്ടാക്കുന്നത് ടി മൊസ്കിറ്റോ ബഗ് ആണ് എന്നാണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ്സ് റൈറ്റ്. ആക്ച്വലി ഗോവയിൽ അങ്ങനെ വാർട്ടി അപ്പിയറൻസ് ഉണ്ടാക്കുന്നത് ടി മൊസ്കിറ്റോ ബഗ് ആണ്. നെക്സ്റ്റ്, വിൽറ്റിംഗ് ഓഫ് ടെൻഡർ ഷൂട്ട്സ് ഓഫ് ബ്രിഞ്ചാൾ ഈസ് ഡ്യൂ ടു ലൂസിനോഡസ് ഓർബനാലിസ്. ബ്രിഞ്ചാളിലെ ടെൻഡർ ഷൂട്ട്സ് ഇങ്ങനെ വിൽറ്റ് ചെയ്ത് നിൽക്കുന്നത്, വാടിക്കുഴഞ്ഞ് നിൽക്കുന്നത് ലൂസിനോഡസ് ഓർബനാലിസ് എന്ന പെസ്റ്റിന്റെ അറ്റാക്ക് മൂലമാണ്. അപ്പൊ എന്താണ് ലൂസിനോഡസ് ഓർബനാലിസ്? ദാറ്റ് ഈസ് ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറർ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, മാർജിനൽ എലോയിങ് ഓഫ് ബിറ്റർ ഗോഡ് ലീവ്സ് ഈസ് ഡ്യൂ ടു വൈറ്റ് ഫ്ലൈ അറ്റാക്ക്. വൈറ്റ് ഫ്ലൈ അറ്റാക്ക് കാരണമാണ് മാർജിനൽ എലോയിങ് ഉണ്ടാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ബിറ്റർ ഗോഡിൽ ആക്ച്വലി മാർജിനൽ എലോയിങ് ഉണ്ടാകുന്നത് വൈറ്റ് ഫ്ലൈ കൊണ്ടാണോ? അല്ല, അതൊരു ഡിസീസ് ആണ്. അതുപോലെ പൊട്ടാഷ് കുറവ് വരുമ്പോഴും മാർജിനൽ എലോയിങ് കാണിക്കാറുണ്ട്. പിന്നെ മാർജിനൽ എലോയിങ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹോപ്പർ ബേൺ സ്റ്റാർട്ട് ചെയ്യുന്ന സിംറ്റം ആണ് ഈ മാർജിനൽ എലോയിങ്. അപ്പൊ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ ഏതാണ് ആൻസർ പറയുന്നത്? 2ഉം 3ഉം ആണ് നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത്. സോ ദ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് നിമറ്റോഡ്സ്? നിമറ്റോഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതിനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡെർമ സ്പീഷീസ്, പെച്ചൂണിയ ക്ലമൈഡോസ്പോറിയ, പിസിലോമൈസിസ് ലിലാസിനസ്. ഓക്കെ, ഇവർ 3 പേരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കാം. പെച്ചൂണിയ ക്ലമൈഡോസ്പോറിയയും പിസിലോമൈസിസ് ലിലാസിനസും നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ദേ ആർ ഡയറക്ട്ലി ഡാമേജിങ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് നെമറ്റോഡ്. നെമറ്റോഡിന്റെ എഗ്ഗിനെ ആയിട്ടും അതുപോലെ തന്നെ അവരുടെ ജുവനൈൽസിനെ ആയിട്ടും ഈ കൊച്ചോണിയും പിസിലോമൈസിസും ഡയറക്ട്ലി ഡാമേജ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസും ഇൻഡയറക്ട്ലി റൂട്ട് സിസ്റ്റത്തിലെ മൈക്രോബിയൽ ആക്ടിവിറ്റി കൂട്ടിയിട്ട് നെമറ്റോഡ്സിനെ ഡാമേജ് ചെയ്യാറുണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓപ്ഷൻസ് 1, 2, 3 and 4 ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പ്രീവിയസ് ഇയറിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എൻഡമോളജിയിലെ ഇമ്പോർട്ടൻ്റ് ഒരു കോർ പോർഷൻ ആയിട്ടുള്ള പെസ്റ്റ് ഓഫ് ക്രോപ്സ് എന്ന് പറയുന്നൊരു സെക്ഷനാണ്
അതിൻ്റെ PYQs ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമി ഓൾറെഡി സോയിൽ കൺസർവേഷൻ ഓഫീസറിൻ്റെ എക്സാം പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് റെഗുലർ ബാച്ചസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ബാച്ചസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബയോയിലുള്ള കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ അതിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസോ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്ലൈഡിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് തിരക്കാവുന്നതാണ്. ഏണസ്റ്റ് അക്കാഡമി ബിഗ് ലേണിംഗ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ കൂടി ഓൾറെഡി നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസർ, ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2, അഗ്രി അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നീ പോസ്റ്റുകളിലേക്ക് ഒരുപാട് കുട്ടികളെ കോച്ച് ചെയ്യുകയും ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യത്തെ റാങ്കുകളിൽ തന്നെ കാൻഡിഡേറ്റ്സിനെ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സോ ഏണസ്റ്റ് അക്കാഡമിയുടെ പാർട്ടായിട്ട് മാറാനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യത്തെ സെക്ടറിലേക്ക് എത്താനും നിങ്ങൾക്ക് കഴിയട്ടെ. അതുകൂടാതെ ഏണസ്റ്റ് അക്കാഡമി പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ എക്സാമുകൾക്കും, കേരള PSCൻ്റെ എക്സാമുകൾക്കും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസുകൾക്കും കോച്ചിങ് നടത്തി വരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഏണസ്റ്റ് അക്കാഡമി. നമുക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയും ആദ്യത്തെ റാങ്കുകളിലൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്കുകളിലൊക്കെ തന്നെ നമ്മുടെ കാൻഡിഡേറ്റ്സിനെ എത്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമീൻ്റെ പാർട്ടാകുക. വരുന്ന നമ്മുടെ സോയിൽ കൺസർവേഷൻ ഓഫീസറിനെ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്ത് ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ തന്നെ നമുക്ക് എത്തിച്ചേരാം. സോ താങ്ക് യു.